പരിപ്പ് ഇട്ടു. ഇനി നമ്മൾ കുറച്ച് ഉപ്പിനൊക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ കണക്കൊന്നും പറയാത്ത കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിയേക്കണം. നമ്മളൊരു ഊഹം വെച്ചിടുന്നതാണ്. ഒരു ശകലമല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി. ഇപ്പോൾ നാളെ ഒരു 70 പൊതിച്ചോറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളതിൻ്റെ അളവും കണക്കൊന്നും ചോദിക്കല്. നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. വെണ്ടയ്ക്ക സമയമാകുമ്പോൾ നമ്മൾ വരട്ടിയാണ് ചേർക്കുന്നത് കേട്ടോ. പൊടിയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് വെണ്ടയ്ക്ക വരട്ടി, ബാക്കി എല്ലാ സാധനവും ഇതിനകത്ത് കിടന്ന് തന്നെ വേകും. ഒരു 4 വിസിലിൽ നല്ല സൂപ്പർ സാമ്പാറിനുള്ള കണക്കിന് സെറ്റായി കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിൽ വെണ്ടയ്ക്കയൊക്കെ ഞാൻ എണ്ണയ്ക്കകത്ത് വാട്ടി ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ മുരിങ്ങക്കോൽ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതിന് ശേഷം മാത്രമേ ഉടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിന് മുരിങ്ങക്കോലിൻ്റെ നടുവ് മാത്രം നമുക്ക് കിട്ടത്തുള്ളൂ. മുരിക്കോലായിട്ട് തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചതിന് ശേഷം അതൊക്കെ ഈ കണ്ണാപ്പം കൊണ്ടാണ് ഞാൻ ഉടയ്ക്കുന്നത്. ഉടച്ചാണ് ഞങ്ങൾ കറക്കി ചേർക്കുന്നത്. ഇത്ര സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്വന്തം സാമ്പാർ പൊടിയാണ്, കളപ്പുരയ്ക്കൽ മില്ലിൻ്റെ സാമ്പാർ പൊടി. നമ്മളൊരു ഏകദേശം ഒരു 150-100 ഗ്രാമോളം ഞാൻ ചേർക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം അതിനനുസരിച്ച് ശകലം നമുക്ക് ഇച്ചിരി എരിവ് വേണം. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു സാമ്പാറിന് എരിവ് കുറവ് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ശകലം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കറണ്ട് പോയി കേട്ടോ അതിനിടയ്ക്ക്. അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ എമർജൻസി ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് എനിക്ക് മല്ലിയില ഇട്ട കറി കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇതിനകത്ത് ഇച്ചിരി ചേർക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇടുമ്പം വയറ് നല്ലതാണെന്നൊക്കെയാണ് നമ്മുടെ കാരണന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ടുള്ളൂ. കാരണം സാമ്പാർ പൊടിയുടെ നിറം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ണം വേകുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാറ്ററിംഗുകാരൻ പറഞ്ഞു തന്നതാണ്. അതുപോലെ ഞാൻ ശകലം ഹോംലിയുടെ ശകലം കുറച്ച് മസാല പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ മസാലയാണിത്, അത് ചേർക്കുന്നു. അത് കൂടാതെ കുറച്ച് കായപ്പൊടി. എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ശകലം കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. സാമ്പാർ പൊടിക്കകത്ത് എല്ലാം ചേർന്നിട്ടുണ്ട്, എങ്കിലും കായപ്പൊടി ചേർക്കും. അതുപോലെ തന്നെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും ഒരു ശകലം ചേർക്കും. ഇല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു കൈപ്പിരസമുണ്ട്. ഇനി നമുക്കത് ഗ്യാസ് ഓൺ ചെയ്ത് ഒഴിച്ചാണ് നമ്മൾ അരപ്പ് അലിയിപ്പിച്ച് വേണം ഒഴിക്കാൻ. ഇല്ലെങ്കിൽ അതിനകത്ത് കട്ട കെട്ടി കിടന്ന് നമ്മളത് നിവർത്തിയെടുക്കാൻ, അതായത് ഉടച്ചെടുക്കാൻ പാടായി. ഉടച്ചെടുക്കാനായിട്ട് പാടായി. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും അലിയിപ്പിക്കുകയാണെങ്കിൽ അതിനകത്ത് കട്ട കെട്ടി കിടക്കത്തില്ല. സാമ്പാർ വയ്ക്കുന്ന പോലെ അല്ലല്ലോ. ഒരു ശകലം പുളിയും കൂടെ നമ്മളിതിനകത്ത് പിഴിഞ്ഞ് ചേർക്കണം. അതിന് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കടുക് വറക്കണേ. ഇത് നമ്മളെ കള്ളപ്പുരയ്ക്കൽ മില്ലിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ്. രൂപ എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ എനിക്കായതുകൊണ്ട് ഇച്ചിരി എനിക്ക് കറക്റ്റ് ലാഭത്തിലോട്ട് തരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് വിലയൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ കടുക് കൂടുതൽ കടുകൊക്കെ പൊങ്ങി കിടക്കണമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു പവറും പത്രാസമൊക്കെ വരില്ല. അപ്പം കുറച്ച് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ചേർക്കാം. തയ്യാറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കരിയാപ്പിലിട്ട് അപ്പം ഞാൻ മുളക് ഇടുകയാണ്. മുളകൊക്കെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചുമ വരും, തുമ്മൽ വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇത് ഇടുന്നത്. കഴിഞ്ഞ് കുത്തിക്കാത്ത നമ്മൾ ഒഴിവാക്കി കടുക് വറുത്തു. പാഴ്സലുണ്ട് ഒരു 100 ഊണിൻ്റെ. അത് കുതിച്ചോറാണ്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കൊടുക്കാനുള്ള രണ്ടാമത് തുടങ്ങണം. അതാണ് ഇത്രയും രാവിലെ ചോറ് കൊണ്ടു വന്നത്. ഇത് ഞങ്ങൾ പൊതിച്ചോറ് ഉള്ള പൊതിയാണ്. ഒരു 50 എണ്ണം പൊതി കഴിഞ്ഞ് പാക്ക് ചെയ്തു. ബാക്കി 20 എണ്ണോടെ വേണം.